നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിസ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അസസ്മെൻറ്റ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, എന്താണ് അസസ്മെൻറ്റ്, എന്താണ് മെഷർമെൻറ്റ്, എന്താണ് ഇവാലുവേഷൻ, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അസസ്മെൻറ്റ് എന്താണെന്ന് നമ്മളൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് പറയാം എന്താണ് അസസ്മെൻറ്റ്. ഓക്കെ, വാട്ട് ഈസ് അസസ്മെൻറ്റ്? The word assess comes from the Latin verb assidere, meaning ടു സിറ്റ് വിത്ത്, അതായത് ഒപ്പം ഇരിക്കുക എന്നുള്ളതാണ് അസസ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാറ്റിൻ വേർബായിട്ടുള്ള അസിഡറെ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഈ അസസ്മെൻറ്റ് എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുള്ളത്. ഗ്രീൻ 1999 പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇൻ അസസ്മെൻറ്റ് വൺ ഈസ് സപ്പോസ്ഡ് ടു സിറ്റ് വിത്ത് ദ ലേണർ. ഒരാൾ ഒരു ലേണറുടെ കൂടെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് അസസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഇംപ്ലൈസ് ഇറ്റ് ഈസ് സംതിങ് വി ഡു വിത്ത് ആൻഡ് ഫോർ സ്റ്റുഡൻസ് ആൻഡ് നോട്ട് ടു സ്റ്റുഡൻസ്. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, കുട്ടികളോടൊപ്പം ചെയ്യുകയാണ്. അതായത് കുട്ടികളെ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, കുട്ടികൾക്ക് വേണ്ടി അവരുടെ കൂടെ ഇരുന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഈ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. Assessment can focus on the individual learner, the learning community, class, workshop or other organized group of learners, the institution or the educational system. അപ്പം അസസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റി, ഒരു കുട്ടികളുടെ ഒരു ഗ്രൂപ്പിനെയോ ലേണേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെയൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്താൻ പറ്റുന്നൊരു കാര്യമാണ് ഈ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഡെഫിനിഷൻ നമ്മൾ കൊടുക്കുമ്പോൾ, അസസ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡോക്യുമെൻറ്റിംഗ് യൂഷ്വലി ഇൻ മെഷറബിൾ ടേംസ് നോളേജ്, സ്കിൽ, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിലീവ്സ്. അപ്പം അസസ്മെൻറ്റ് എന്ന് പറയുന്നാൽ ഒരു പ്രോസസ് ഓഫ് ഡോക്യുമെൻറ്റേഷൻ ആണ്, ഒരു പ്രോസസ് ഓഫ് ഡോക്യുമെൻറ്റിംഗ് ആണ്. യൂഷ്വലി നമ്മൾ മെഷർ ചെയ്യുന്നത് നോളേജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, ബിലീവ്സ്, ആ ഒരു ടേമിലാണ് നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, ഇനി അടുത്തത്, assessment in education is a process of gathering, interpreting, recording and using information about pupils' responses to an educational task. ഇതാണ് പഠിക്കേണ്ടത് കേട്ടോ. അസസ്മെൻറ്റ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതിയാൽ മതി. അസസ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഗ്യാതറിങ്, ഇൻ്റർപ്രറ്റിംഗ്, റെക്കോർഡിംഗ് ആൻഡ് യൂസിങ്. അപ്പോൾ ഗ്യാതറിങ്, ഇൻ്റർപ്രറ്റിംഗ്, റെക്കോർഡിംഗ് ആൻഡ് യൂസിങ്, ഈ 4 വേർഡ്സ് ഓർത്ത് വയ്ക്കുക. ഇൻഫർമേഷൻ അബൌട്ട് പീപ്പിൾസ് റെസ്പോൺസസ് ടു ആൻ എഡ്യൂക്കേഷണൽ ടാസ്ക്. ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അതിനോട് എങ്ങനെ കുട്ടികൾ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അസസ്മെൻറ്റിൽ വിലയിരുത്തുന്നത്. ഹോളനാണ് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അസസ്മെൻറ്റ് ഷുഡ് റിലേറ്റ് ടു റെഗുലർ പെർഫോമൻസ്. അസസ്മെൻറ്റ് എപ്പോഴും റെഗുലർ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ പെർഫോമൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം. ആൻഡ് ഗ്യാദർ ഫ്രം ഇൻ്റർ ഡിസിപ്ലിനറി സോഴ്സസ് ആൻഡ് കൺസിഡർ ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ സ്റ്റുഡൻസ് ലൈഫ്. അപ്പം ഒരു കുട്ടിയുടെ എല്ലാ ലൈഫിലുള്ള ഫുൾ ആക്ടിവിറ്റീസിനെ അനുസരിച്ചാണ് അസസ്മെൻറ്റ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാദേഴ്സ് ഇൻഫർമേഷൻ ടു അസിസ്റ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പം ഇതിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഗ്യാദേഴ്സ് ഇൻഫർമേഷൻ ടു അസിസ്റ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പം സ്ക്രീനിങ്, മോണിറ്ററിങ് സ്റ്റുഡൻസ് പ്രോഗ്രസ്, അസൈനിങ് ഗ്രേഡ്സ് ഓർ റാങ്ക്സ്, ഡിറ്റർമൈനിങ് വൺസ് ഓൺ ഇൻസ്ട്രക്ഷണൽ എഫക്റ്റീവ്നെസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. കുട്ടിയുടെ പ്രോഗ്രസ് വിലയിരുത്താനാണ് പ്രധാനമായിട്ടും. ഓക്കെ, ഇനി ദെൻ ക്ലാരിഫയിങ് ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷണൽ ഇൻറ്റൻഷൻസ്. ഇതൊക്കെ കുട്ടികൾക്ക് നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അവനെങ്ങനെ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുക എന്നുള്ളതൊക്കെ ഒരു അസസ്മെൻറ്റിലൂടെയാണ് മനസ്സിലാവുന്നത് കേട്ടോ. ഇനി അസസ്മെൻറ്റ് 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്, 2 സമ്മേറ്റീവ് അസസ്മെൻറ്റ്. ഇനി ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ഗോൾ ഓഫ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഈസ് ടു മോണിറ്റർ സ്റ്റുഡൻറ്റ് ലേണിംഗ് ടു പ്രൊവൈഡ് ഓൺ ഗോയിങ് ഫീഡ്ബാക്ക് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ ഇൻസ്ട്രക്ടേഴ്സ് ടു ഇംപ്രൂവ് ദെയർ ടീച്ചിങ് ആൻഡ് ബൈ സ്റ്റുഡൻസ് ടു ഇംപ്രൂവ് ദെയർ ലേണിംഗ്. ഫോർമേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആലോചിച്ചാൽ മതി, നമ്മൾ ഒരു വർഷം മുഴുവനുമാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നടത്തുന്നത്. ഇപ്പം നമ്മൾ അവൻ്റെ കരിക്കുലാർ, കോ കരിക്കുലാർ, പിന്നെ ക്ലാസ് റൂമിലുള്ള ആക്ടിവിറ്റീസ്, അവൻ വീട്ടിൽ പോയിട്ട് പഠിക്കുന്നുണ്ടോ എന്നുള്ളത്, പാരൻസിൻ്റെ റെസ്പോൺസസ്, അങ്ങനെ എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ അസസ് ചെയ്യുന്നതാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അവൻ്റെ മൊത്തമായിട്ട് ഒരു വർഷത്തെ മുഴുവൻ നമ്മൾ പ്രോഗ്രസ് കാർഡൊക്കെ ഇല്ലേ അതിനകത്തുള്ളത്, അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് യൂണിറ്റുകൾ അതിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അവനോരോ ആക്ടിവിറ്റീസിൽ ചെന്ന് ഡെയിലി നമ്മൾ അവനെ ഒബ്സർവ് ചെയ്തിട്ട് ഒക്കെയാണ് നമ്മൾ പറയാറില്ലേ, സി മാർക്ക് കുറയ്ക്കൂട്ടോ, മറ്റേത് കുറയ്ക്കൂട്ടോ എന്നൊക്കെ പറയാറില്ലേ, ഇത് നമ്മൾ ഇൻറ്റേർണൽ കൊടുക്കാറില്ലേ, അതിനൊക്കെയാണ് നമ്മൾ ഈ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ മാർക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? വെറും യൂണിറ്റ് ടെസ്റ്റിൻ്റെ മാത്രമൊന്നുമല്ല, അവൻ അസൈൻമെൻറ്റ് കറക്റ്റിൽ വെക്കുന്നുണ്ടോ, അവന് എത്ര അറ്റൻഡൻസ് വരുന്നുണ്ട്, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ, അല്ലേ, അധികം കളിയെടുത്ത് ഇൻറ്റേർണൽ കുറയ്ക്കിട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ടീച്ചേഴ്സ് പേടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫോർമേറ്റീവ് അസസ്മെൻറ്റിലാണ് വരിക. ഇനി
Formative assessments help students identify their strengths and weaknesses and target areas that need work. ഇവിടെ കുട്ടിക്ക് അവന് തന്നെ അറിയാൻ പറ്റും എവിടെയൊക്കെയാണ് ഞാൻ വീക്കായിട്ടുള്ളത്. അപ്പോൾ അറ്റൻഡൻസ് കുറവാണെങ്കിൽ അവനത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അവൻ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ബേസിസിലാണെങ്കിൽ അത് അവനൊന്നും കൂടി സെമിനാർ എടുത്തതിൽ കുറവ് മാർക്കാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് നല്ല രീതിയിലെടുത്ത് അവന് തന്നെ അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ മാർക്ക് കുറയാൻ കാരണം, എന്തുകൊണ്ടാണ് ഗ്രേഡ് കുറയുന്നത് എന്നുള്ളത്. ആൻഡ് ഹെൽപ്പ് ഫാക്കൽറ്റി റീഓർഗനൈസ് വേർ സ്റ്റുഡൻസ് ആർ സ്ട്രഗിളിങ് ആൻഡ് അഡ്രസ് പ്രോബ്ലംസ് ഇമ്മീഡിയറ്റ്ലി. അപ്പം ഫാക്കൽറ്റിക്ക് അതുപോലെ ടീച്ചേഴ്സിനും നമുക്കിത് പെട്ടെന്ന് കുട്ടിയുടെ വീക്ക് പോയിന്റ് ഏതാണെന്ന് കണ്ടെത്താനും അത് കറക്റ്റാക്കി പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്നു. ഇനി അടുത്തത് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. അപ്പോൾ സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, നമ്മൾ അവസാനത്തെ ഒരു ബോർഡ് പരീക്ഷ ഉണ്ടല്ലോ, അവസാനത്തെ കൊല്ലപരീക്ഷ ഉണ്ടല്ലോ, അതാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ ഒരു യൂണിറ്റ് മുഴുവൻ പഠിച്ചതിന് ശേഷം യൂണിറ്റ് ടെസ്റ്റ് നടത്തുന്നുണ്ട്, അതാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ ആ കുട്ടി പഠിക്കുന്നുണ്ടോ, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ, അറ്റൻഡൻസ് ഉണ്ടോ എന്നുള്ളതൊന്നും അല്ല പ്രധാനം, ആ പരീക്ഷയ്ക്ക് അവൻ എത്ര മാർക്ക് വാങ്ങി, അതാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റിൽ നോക്കുന്നത്. ദ ഗോൾ ഓഫ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് ഈസ് ടു ഇവാലുവേറ്റ് student learning at the end of an instructional unit by comparing it against some standard or benchmark. അവിടെ നമ്മളൊരു സ്റ്റാൻഡേർഡ് മാർക്ക് ആദ്യമേ ഡിസൈൻ ചെയ്യും. ഇപ്പം 100-ൽ 90-ന് മുകളിൽ കിട്ടിയാൽ A+ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെക്കാറില്ലേ, അതേപോലെയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു കറക്റ്റായിട്ട് നമുക്കൊരു വാല്യൂ സിസ്റ്റം ഉണ്ടായിരിക്കും, അതിനനുസരിച്ച് ഇതിന് മുകളിൽ കിട്ടിയിട്ടുണ്ടോ, എത്രയിടയ്ക്കാണ് കിട്ടിയത്, ഏതാണ് ഗ്രേഡ് വരുന്നത്, ഇങ്ങനെ നമ്മൾ അവൻ്റെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അത് നമ്മൾ സാധാരണ രീതിയിൽ അവന് പ്രൊമോഷൻ കൊടുക്കാൻ, അടുത്ത ക്ലാസ്സിലേക്ക് അവനെ എത്തിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. സമ്മേറ്റീവ് അസസ്മെൻറ്റിൽ അതേ ഉള്ളൂ. മറ്റത് അവന് പ്രോഗ്രസ് ചെയ്യാനും അവന് ഡെവലപ്പ് ചെയ്യാനൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട് ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ. അവന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനൊക്കെ ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ പറ്റും. പക്ഷേ സമ്മേറ്റീവ് അസസ്മെൻറ്റിൽ അത് സാധ്യമല്ല, അവസാനത്തെ പരീക്ഷയാണ്, അത് നന്നായിട്ട് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പറ്റുള്ളൂ. അത് അഥവാ മോശമായിട്ടാണ് ചെയ്തതെങ്കിൽ ആ മാർക്ക് എത്രയേ കിട്ടുള്ളൂ. ഓക്കെ. Then examples of summative assessments include a mid-term exam. നമ്മൾ അതായത് ഓണപരീക്ഷ എന്നൊക്കെ പറയില്ലേ, ക്രിസ്മസ് പരീക്ഷ, അതൊക്കെ വരുന്നതൊക്കെ ഈ ഒരു സമ്മേറ്റീവ് അസസ്മെൻറ്റിലാണ് വരുന്നത്. എ ഫൈനൽ പ്രോജക്റ്റ്, അപ്പോൾ നമ്മൾ ഡിസർട്ടേഷനോ അല്ലെങ്കിൽ പ്രോജക്റ്റോ കോളേജിലൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യാറുണ്ട്, അതൊക്കെയാണ് ശരിക്കും ഒരു പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആണ് ഈ സമ്മേറ്റീവ് അസസ്മെൻറ്റ്. മറ്റേത് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓറിയൻറ്റഡ് ആണ് കേട്ടോ. ആൻഡ് എ പേപ്പർ അല്ലെങ്കിൽ എ സീനിയർ റെസിറ്റൽ, ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ സമ്മേറ്റീവ് അസസ്മെൻറ്റിനകത്ത് നമ്മൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നിങ്ങൾ നോക്കേണ്ടത് ഇവാലുവേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഫോർമേറ്റീവ് അസസ്മെൻറ്റും സമ്മേറ്റീവ് അസസ്മെൻറ്റും ഒക്കെ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഡിഫറൻസും സാമ്യങ്ങളൊക്കെ പഠിക്കാം. ഇപ്പോൾ നോക്കുക ഇവാലുവേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ അസസ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ടൈപ്സ് എന്താണെന്ന് പഠിച്ചു, ഡെഫിനിഷനും പഠിച്ചു. ഇനി അടുത്തത് ഇവാലുവേഷനാണ്. ഇവാലുവേഷൻ രണ്ടാമത്തെ ടേമാണ്, പക്ഷേ നമ്മൾ എപ്പോഴും ഈ അസസ്മെൻറ്റും ഇവാലുവേഷനും മെഷർമെൻറ്റും ഒക്കെ ഒരേ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. അപ്പോൾ ഇവാലുവേഷൻ ഈസ് പാർട്ട് ഓഫ് ലൈഫ്. ഇൻ അവർ ലൈഫ് വി നീഡ് ടു മേക്ക് ഇവാലുവേഷൻ ഫ്രീക്വൻ്റ്ലി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേഷൻ ചെയ്യാറുണ്ട്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തമായിട്ട് നമുക്ക് എന്തൊക്കെ പുരോഗതി ഉണ്ട് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആണ് നമ്മളിവിടെ നോക്കുന്നത് ഇവാലുവേഷനിൽ. ലൈക്ക് വിച്ച് ഡ്രസ് യു വാണ്ട് ടു വിയർ ഇൻ മാരേജ്. ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് സാധാരണ രീതിയിൽ അറിയാം. നമ്മളൊരു കല്യാണത്തിന് വേണമെങ്കിൽ ഏത് ഡ്രസ്സ് ഇടണം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാറുണ്ട് ഇല്ലേ. ആൻഡ് വാട്ട് യു വാണ്ട് ടു ഗിവൺ ഇൻ ഗിഫ്റ്റ് ടു യുവർ ഫ്രണ്ട്. നിങ്ങളുടെ ഫ്രണ്ടിന് എന്താണ് ഗിഫ്റ്റ് കൊടുക്കേണ്ടത്, നമ്മൾ ഒരു ഒക്കേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇതൊക്കെ ഇവാലുവേഷനിൽ വരുന്നതാണ്. ഇൻ എഡ്യൂക്കേഷണൽ സിനാരിയോ ഇവാലുവേഷൻ ഹാവ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ജഡ്ജിങ് സ്റ്റുഡൻറ്റ് പ്രോഗ്രസ് ടു നോ അപ്പ് ടു വാട്ട് എക്സ്റ്റെൻറ്റ് സ്റ്റുഡൻറ്റ് ഹാവ് അച്ചീവ്ഡ് ദ ഡിസൈർഡ് സെറ്റ് ഗോൾ. അപ്പം ഒരു ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത് ഒരു എഡ്യൂക്കേഷണൽ സിനാരിയോയിൽ. ഓക്കെ. ഇനി ഇവാലുവേഷൻ ഇംപ്ലൈസ് എ സിസ്റ്റമാറ്റിക് കണ്ടിന്യൂസ് പ്രോസസ് ബേസ്ഡ് അപ്പോൺ certain criteria process and emphasizes the broader personality change. An evaluation is an act or process that allows one to make a judgment about the desirability or value of a measure. Okay. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും, പ്രോസസ് ബേസ്ഡ് ആയിരിക്കും, ഒരു certain criteria ഉണ്ടായിരിക്കും. ഓക്കെ. ആൻഡ് ബ്രോഡർ പേഴ്സണാലിറ്റി ചേഞ്ചിലായിരിക്കും എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ. ആൻഡ് ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാം, ഇവാലുവേഷൻ ഇസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് കളക്ടിങ് എവിഡൻസ് അബൌട്ട് സ്റ്റുഡൻസ് പ്രോഗ്രസ് ആൻഡ് അച്ചീവ്മെൻറ്റ് ഇൻ ബോത്ത് കോഗ്നിറ്റീവ് ആൻഡ് നോൺ കോഗ്നിറ്റീവ് ഏരിയാസ് ഓഫ് ലേണിംഗ് ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ജഡ്ജ്മെൻറ്റ് ആർ ഫോംഡ് ആൻഡ് ഡിസിഷൻസ് ആർ മെയ്ഡ്. ഓക്കെ, ദറ്റ് ഈസ് എ ഡെഫിനിഷൻ ഓഫ് ഇവാലുവേഷൻ. നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും അതിനകത്ത് വന്നിട്ടുണ്ട്, സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ് എന്നുള്ളത്. ഇനി അടുത്തത് സ്കോപ്പ് ഓഫ് ഇവാലുവേഷൻ ആണ് ഇതിന് വരുന്നത് കേട്ടോ.
ഇതിൽ വാല്യൂ ജഡ്ജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവസാന വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു വാല്യൂ നോക്കിയിട്ട് കുട്ടിക്ക് എത്ര ക്വാളിറ്റി ഉണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, അവൻ എത്രമാത്രം മാർക്ക് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ട്. ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് അപ്രൈസൽ ആൻഡ് പ്രൊവൈഡ് ബേസ് ലൈൻ ഫോർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ആൻഡ് പ്ലേസ്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻസ് ഇൻ ജോബ്സ്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പ്ലേസ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ മാർക്കാണ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത് ഇൻ്റർവ്യൂവിനൊക്കെ. അപ്പോൾ ആ മാർക്ക് നോക്കിയിട്ടാണ് നമ്മൾ നോക്കുന്നത് എത്രത്തോളം. അപ്പം ആ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പനി പിടിച്ച സമയത്ത് നമ്മൾ എഴുതിയ ബോർഡ് എക്സാമിൻ്റെ മാർക്കൊക്കെ ആയിരിക്കാം. പക്ഷേ നോ വേ, നമുക്ക് വേറൊരു കാര്യം പറഞ്ഞിട്ട് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെയുള്ള സ്കോപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അത് ആ ഒറ്റ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലേസ്മെൻറ്റ് നടക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ജോബിലൊക്കെ പ്രൊമോഷൻ കിട്ടുന്നതൊക്കെ അങ്ങനെയുള്ളൊരു വാല്യൂ ബേസിലാണ്. And development of attitude, interest, capability, creativity, originality, knowledge and skills, etc. ഇതൊക്കെ ഇവാലുവേഷനിൽ നടക്കുന്നുണ്ട്. കാരണം നമ്മളെപ്പോഴും ഈ ഒരു ഇവാലുവേഷൻ പോയിന്റിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് അല്ലേ. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ഉള്ളൊരു പ്രിപ്പറേഷനാണ് ഈ ഒരു ഫോർമേറ്റീവ് ഇവാലുവേഷൻ, അല്ലെങ്കിൽ ഫോർമേറ്റീവിൻ്റെ സമയത്ത് മുഴുവൻ അസസ്മെൻറ്റിൻ്റെ സമയത്തൊക്കെ ഇതന്നെയാണ്. അവസാനത്തെ ആ ഒരു എക്സാം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വർഷം വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ടൂൾ ആൻഡ് ടെക്നിക്സ്, അതുപോലെ തന്നെ ടൂൾസും ടെക്നിക്സും ഒക്കെ ഇവിടെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കരിക്കുലം ആൻഡ് ഫോർ ഇറ്റ്സ് റിവിഷൻ, ഹെൽപ്ഫുൾ ഫോർ കരിക്കുലം പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്റ്റേഴ്സ് ടു ഇംപ്രൂവ് ദ കരിക്കുലം പാറ്റേൺ. കരിക്കുലം കൺസ്ട്രക്ട് ചെയ്യുന്നതും അത് നല്ല രീതിയിൽ പാറ്റേണൈസ് ചെയ്യുന്നതും പിന്നെ അത് റിവൈസ് ചെയ്യുന്നതും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻവോൾവിങ് ദ അസൈനിങ് ഓഫ് എ നമ്പർ ടു ആൻ ഇൻഡിവിജ്വൽസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതാണ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നമ്പർ കൊടുക്കുക എന്നുള്ളതാണ്, അളക്കുക എന്നാണ് ഇതിന് മലയാളം പറയാം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻവോൾവിങ് ദ അസൈനിങ് ഓഫ് എ നമ്പർ ടു ആൻ ഇൻഡിവിജ്വൽസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി മെഷർമെൻറ്റും ഇവാലുവേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ, കൃത്യമായിട്ടുള്ള ഒരു കണക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ആണ്. മെഷർമെൻറ്റ് ഒബ്ജക്റ്റീവ് ആണ്, ഇംപേഴ്സണൽ ആണ്. പക്ഷേ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ആൻഡ് സബ്ജക്റ്റീവ്. മെഷർമെൻറ്റ് പ്രിസൈസ് ആൻഡ് സയൻറ്റിഫിക്, നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്, ഒക്കേഷണൽ. പക്ഷേ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർപ്രിറ്റീവ് ആണ്, അതുപോലെ ഫിലോസഫിക്കൽ ആണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് പ്രിസൈസ് ആൻഡ് സയൻറ്റിഫിക് ആണ് മറ്റേത് ഇൻ്റർപ്രിറ്റേറ്റീവ് ആൻഡ് ഫിലോസഫിക്കൽ ആണെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ മെഷർമെൻറ്റിൽ പിന്നെ നമുക്കൊരു മാറ്റം വരുത്താൻ സാധ്യമല്ല. ഇവാലുവേഷനിൽ നമുക്കത് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും, അത് ഇന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്രയാണ് അങ്ങനെയാണ് കിട്ടിയത് എന്നൊക്കെ നമുക്ക് അതിനെപ്പറ്റി പറയാനൊക്കെ പറ്റും. പിന്നെ മെഷർമെൻറ്റ് എപ്പോഴൊന്നും നടക്കില്ല, അത് വളരെ ഒക്കേഷണലി നടക്കുള്ളൂ. പക്ഷേ ഇവാലുവേഷൻ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ മെഷർമെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ. അപ്പോൾ ഇന്നലെ നമ്മൾ നോക്കിയായിരുന്നു അസസ്മെൻറ്റും ഇവാലുവേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയതാണ്. ഓക്കെ, ഇനി പേർപ്പസസ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേറ്റ് ലേണിംഗ്, ഡയഗ്നോസ് പ്രോബ്ലംസ്, മേക്ക് ഡിസിഷൻസ്, ഇംപ്രൂവ് പ്രൊഡക്ട്സ്, ജഡ്ജ് എഫക്റ്റീവ്നെസ്. ഇത്രയാണ് ഇവാലുവേഷൻ്റെ പേർപ്പസസ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേഡിംഗ് സ്റ്റുഡൻറ്റ് പെർഫോമൻസ്, സെലക്ടിങ് ആൻഡ് റിക്രൂട്ടിംഗ്, പ്രൊമോഷണൽ ഓഫ് പേഴ്സൺ. ഇതൊക്കെ ഒരാൾക്ക് പ്രൊമോഷൻ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റിന് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഗ്രേഡിങ് കൊടുക്കുന്നത്, ഇതൊക്കെ ഈ ഒരു ഇവാലുവേഷൻ്റെ ബേസിസിലാണ്. എഡ്യൂക്കേഷനിൽ ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുക്കാൻ നമുക്ക് ഈ ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്ന സംഗതി വേണം. ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെയാണ്, അവൻ ഇത്രയൊക്കെ പഠിച്ചിട്ടുള്ളൂ, ബാക്കി അവൻ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുക്കും. നമ്മൾ മീറ്റിംഗ് വിളിക്കില്ലേ, പാരൻസ് മീറ്റിംഗ്, അപ്പോൾ നമ്മൾ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല ഓരോ കുട്ടികളുടെയും. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇംപ്രൂവ് ദ ഇൻസ്ട്രക്ഷൻ, മെഷർമെൻറ്റ് ആൻഡ് മെഷറിംഗ് ഡിവൈസ്, ദെൻ കരിക്കുലം റിവിഷൻ, ദെൻ മോണിറ്ററിങ് ആൻഡ് മോട്ടിവേഷണൽ. ഇത് അതേപോലെ തന്നെ മോണിറ്ററിങ് എന്ന് പറഞ്ഞാൽ ഒരാളെ വിലയിരുത്താനും അതേ സമയത്ത് അയാൾക്ക് മോട്ടിവേഷൻ കൊടുക്കാനും ഈ വാല്യുവേഷൻ എന്ന് പറയുന്ന പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രസ് നമുക്ക് നോക്കാം. ബ്രിങ് ഔട്ട് ദ ഇൻഹറൻറ്റ് capability ഓഫ് സ്റ്റുഡൻറ്റ് ആൻഡ് കണ്ടിന്യൂസ് ആൻഡ് റെഗുലർ വാച്ച് ഓൺ പ്യൂപ്പിൾ ഡെവലപ്മെൻറ്റ്. ഇതൊക്കെ ഈ മോണിറ്ററിങ് ആൻഡ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് വരും കേട്ടോ. ദെൻ ഡയഗ്നോസിസ് ആൻഡ് ഗൈഡൻസ്. ഈ ഡയഗ്നോസിസ് ആൻഡ് ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് സ്പോർട്സ് ഓർ ഗ്യാപ്സ് ഓഫ് ലേണിംഗ് ആൻഡ് ഹെൽത്തി കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് അമംഗ് സ്റ്റുഡൻറ്റ് ആൻഡ് വീക്ക്നെസ് ഓഫ് സ്റ്റുഡൻറ്റ്. ഇതൊക്കെ ഈ നമുക്ക് എന്തൊക്കെയാണ് അവൻ്റെ പ്രോബ്ലംസ് എന്നൊക്കെ ഡയഗ്നോസ് ചെയ്യാനും അതുപോലെ ഗൈഡൻസ് കൊടുക്കാനും ഒക്കെ സഹായിക്കുന്നു. ഇനി ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ. നമ്മൾ ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് പറഞ്ഞു, ഫോർമേറ്റീവും സമ്മേറ്റീവും. ഇനി ഇവാലുവേഷൻ്റെ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ടൈപ്പ് ആക്കാം. ദെൻ ബേസ്ഡ് ഓൺ മാനർ, ഏത് രീതിയിലാണെന്നുള്ളതിനനുസരിച്ച്. ഇൻ വിച്ച് വൺ ഇൻ്റർപ്രറ്റ് ദ റിസൾട്ട് ഓഫ് ദ ലേണർ പെർഫോമൻസ്. അപ്പോൾ ടൈപ്സ് പല രീതിയിലുണ്ട്. ബേസ്ഡ് ഓൺ ടൈം നമുക്ക് സമ്മേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്, അതുപോലെ ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്.
ബേസ്ഡ് ഓൺ മാനർ, എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതിനനുസരിച്ച് ക്രൈറ്റീരിയൻ റെഫറൻസ് ഉണ്ട്, നോം റെഫറൻസ് ഉണ്ട്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, ഇത് പഠിച്ചു വെക്കണം. ഇനി സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്താണെന്ന് നോക്കാം. എം ശ്രീവൻ ഇൻ 1964 coined the term summative and formative evaluation. എം ശ്രീവൻ ആണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്നുള്ളതും ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്നുള്ളൊരു ടു ടേംസ് കോയിൻ ചെയ്തത്. സമ്മേറ്റീവ് ഇവാലുവേഷൻ ഈസ് എ കോമൺലി നോൺ ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ. ഇത് സാധാരണ രീതിയിൽ നമ്മൾ നടത്തുന്ന യൂണിറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ബോർഡ് എക്സാം, ഇപ്പോൾ SSLC എക്സാം ആയിക്കൊള്ളട്ടെ, +2 എക്സാം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മൾ വർഷം നടത്തുന്ന കൊല്ല പരീക്ഷ, ഇതെല്ലാം സമ്മേറ്റീവ് ഇവാലുവേഷനിൽ വരും. ഇറ്റ് കംസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടേം കോഴ്സ് ഓർ പ്രോഗ്രാം ഓഫ് ടീച്ചിങ്. ഇത് അവസാനം, എല്ലാ കോഴ്സിൻ്റെ അവസാനം നമ്മളൊരു പരീക്ഷ നടത്തില്ലേ, അത് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. സെമിസ്റ്ററിൻ്റെ ലാസ്റ്റ് നമ്മൾ സെം എക്സാം ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്നത് സമ്മേറ്റീവ് ഇവാലുവേഷൻ്റെ ഒരു ടെസ്റ്റാണ്. Annual examination and half-yearly examination in school, public examination are the example of such evaluation. Summative evaluation is done at the end of any program or instruction. ഏതൊരു പ്രോഗ്രാമിൻ്റെയും ഏതൊരു കോഴ്സിൻ്റെ അവസാനം ഈ ഒരു സമ്മേറ്റീവ് ഇവാലുവേഷൻ ഉണ്ടാവും കേട്ടോ. സമ്മേറ്റീവ് ഇവാലുവേഷൻ വേർട്ടിക്കൽ ഡയമെൻഷൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയറിൽ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. സമ്മേറ്റീവ് ആണ് നടക്കുക. ഇപ്പോൾ നമുക്ക് പറയാം ഫോർത്ത് സെമ്മ്, സെക്കൻഡ് സെമ്മ്, നമുക്ക് അങ്ങനെയാണ് BEd. ഓക്കെ. It is vertical dimension seeing whether the student has achieved educational objective and how much he has achieved. എത്രത്തോളം അവന് അറിവ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ ഒരു സെമ്മിൽ എത്രത്തോളം ഈ ഒരു അസസ്മെൻറ്റ് പേപ്പർ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അസസ്മെൻറ്റിൻ്റെ ടെക്സ്റ്റിന് നമ്മൾ നോക്കുന്നത്. ആൻഡ് ഹെൽപ്പ് ടു ഗ്രേഡ്, ഇതിൽ നിങ്ങൾക്കൊരു ഗ്രേഡ് തരും, റാങ്ക് തരും, സെലക്ട് ദ സ്റ്റുഡൻസ്, എന്നിട്ട് ഏറ്റവും ടോപ്പായിട്ടുള്ളവരെ സെലക്ട് ചെയ്യും. ഇറ്റ് ഹെൽപ്പ് ഇൻ കരിക്കുലം ഇവാലുവേഷൻ. അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, കരിക്കുലത്തിൽ എല്ലാവർക്കും ഏകദേശം അവർക്ക് മനസ്സിലാവുന്നുണ്ട്, സിമ്പിളാണ്. ഇനി കരിക്കുലം ചില ഭാഗങ്ങൾ നമുക്ക് തീരെ മനസ്സിലാവാത്തുണ്ടെങ്കിൽ അത് ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഈ ഒരു എക്സാം എഴുതുന്നതോട് കൂടിയിട്ടാണ്. നമ്മുടെ ലെവലിനനുസരിച്ചുള്ള ഒരു സിലബസ് ആണോ എന്നൊക്കെ നമുക്ക് ഈ ഒരു ഇവാലുവേഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിലൂടെ നോക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി അടുത്തത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺഗോയിങ് ആയിട്ടുള്ള, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവാലുവേഷനാണ്. അത് നമ്മൾ നേരത്തെ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഒരു തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അക്കോർഡിംഗ് ടു ഏജ് ആൻഡ് നിക്ടോ, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ജഡ്ജ്മെൻറ്റ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഡിസൈൻ ആൻഡ് ഡ്യൂറിംഗ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോഗ്രാം ആൻഡ് ആർ ടുവാർഡ് ദി മോഡിഫൈങ്, ഫോമിങ് ആൻഡ് ഇംപ്രൂവിങ് ദ പ്രോഗ്രാം ബിഫോർ ഇറ്റ് ഈസ് കംപ്ലീറ്റഡ്. അപ്പം ഈ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഡെഫിനേഷൻ ചോദിച്ചു കണ്ടിട്ടില്ല, എന്താണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ഓൺഗോയിങ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ, പ്രഡിക്ഷൻ, ഡയഗ്നോസിസ് ആൻഡ് ഗൈഡൻസ്. ഇത് 4 പഠിക്കണം, നിർബന്ധമാണ് കേട്ടോ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനും, മുൻകൂട്ടി കാണാനും, അത് ഇന്ന രീതിയിൽ മാറ്റി കഴിഞ്ഞാൽ റെഡി ആവും കേട്ടോ എന്ന് പറയാനും പറ്റും. പിന്നെ അതേപോലെ തന്നെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലംസിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും വളരെ പെട്ടെന്ന്. പിന്നെ ഗൈഡൻസ്, അവർക്ക് നമുക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാനും സാധിക്കും. ഇവാലുവേഷൻ നമ്മൾ വെർട്ടിക്കൽ ഡയമെൻഷൻ കൊടുക്കുമ്പോൾ ഈ രീതിയിലാണ് ആരോ മാർക്ക് വരിക. അപ്പോൾ നേരത്തെ നമുക്ക് ഓർമ്മയുണ്ട്, ആ രീതിയിലല്ല ഇവിടെ വരുന്നത്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ. കണ്ടോ എങ്ങനെ വരുന്നത്? ഫസ്റ്റ് ഇയറിൽ നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമ്മൾ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യും. സെക്കൻഡ് ഇയർ ആകുമ്പോൾ അത് കൂടുകയാണ് ചെയ്യുന്നത്. ഫോർത്ത് ഇയർ ആകുമ്പോഴേക്കും ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിച്ചത്. ഇവാലുവേഷൻ, മെഷർമെൻറ്റ് ആൻഡ് അസസ്മെൻറ്റ്. അതിൻ്റെ ടൈപ്സും നമ്മൾ പഠിച്ചു. ഓക്കെ.